എൻ്റെ ആദ്യം ഇവിടെ ഒരു സിനിമ എന്ന് പറയുന്നത് ദബാങ് 2. അത്രയും വലിയ സ്കെയിലിലായിരുന്നില്ല ആ പടങ്ങളൊക്കെ, ആദ്യം വരുന്ന പടങ്ങളൊക്കെ. അത് ആദ്യം ഇറാഖായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. ടൈഗർ സിന്തായാലും കുറച്ച് ഭാഗം ഇന്ത്യയുടെ ആ ഒരു ഐക്കോണിക്, ഇപ്പോൾ ലക്നൌവിലെ ഒരു മെയിൻ സിറ്റി. പ്രൊഡക്ഷൻ ഒരു ക്യാമറ തരും, ഫോട്ടോ എടുക്കും, തിരിച്ചു വരും, ഇവർ നോക്കും, എന്നിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യും. ഏതൊക്കെ ഹിന്ദി സൂപ്പർ സ്റ്റാർസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഏകദേശം എല്ലാം. ആദ്യം സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, പിന്നെ അതുപോലെ തന്നെ രൺദീപ് ഹൂഡ, ഋത്തിക് റോഷൻ, പിന്നെ സൈഫ് അലി ഖാൻ, പിന്നെ അക്ഷയ് കുമാർ. ബഡമിയ ചോട്ടമിയെ തന്നെ ഞാൻ 2 ക്ലോക്ക് ടവർ, വാച്ച് ടവർ പണിതു. കാരണം അതും അതുപോലെ തന്നെയാണ്. ഒരു ഏകദേശം ഒരു 20 to 25 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഒരു സംഭവമാണ്. സിനിമ അങ്ങോട്ട് നീട്ടാനും പറ്റില്ല, കാരണം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആണല്ലോ. അങ്ങനെയുള്ള സമയത്ത് പിന്നെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഇത് ഈസിലി 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നല്ലൊരു പേടിയൊക്കെ ഉണ്ടാവും. ആ ഒറ്റ പ്രാവശ്യത്തെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം പുള്ളിക്കാരത്തി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ ഇസ് എവറിത്തിങ്, ഓൾ ഗുഡ്, യു ഹാവ് ഓൾ ദ ടൂൾസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ടൂൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ടൂൾസ് ആയിട്ട് ഞാൻ 5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി കാണുന്നത് ചെറിയൊരു ബോക്സിൽ ഒരു 2 സ്ക്രൂ ഡ്രൈവറും ഡ്രില്ലിംഗ് മെഷീനും ഒരു വലിയൊരു പെട്ടി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു പ്രോപ്പ് മാസ്റ്ററിന് വേണ്ട എത്ര ടൂൾസ് ഒരു പ്രോപ്പ് മാസ്റ്ററിന് ആവശ്യം. ഫീമെയിൽ ഷി വാസ് ലൈക്ക് ഗ്രാബിങ്, ഇങ്ങനെ വലിച്ചിടുകയാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടിങ് കൊണ്ട് ഒരു ബാക്കിൽ നടക്കും. 2500 dirhams ആണ് അന്നത്തെ ബില്ല്. അതെനിക്ക് ശരിക്കും അറിയാം. അപ്പം ഞാൻ കരുതുന്നത് ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ വർക്ക്ഷോപ്പിന്റെ പരസ്യം അല്ല, കാരണം ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ, ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ദിസ് ഇസ് ഫോർ യു. അവർ തന്ന ആ ബോക്സ് വരെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു 10 വർഷം ഞാൻ 2013 വരെ പ്രോപ്പ് മാസ്റ്ററാണ്. വിഷ്വൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സ്ക്രീനായിരിക്കും, സ്ക്രീനിൽ ഫുള്ള് ബിൽഡിംഗ് ആയിരിക്കും. ഒന്നുമില്ല. അതൊക്കെ ചില കമേഴ്ഷ്യലിനും സിറ്റിയൊക്കെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മലയാള സിനിമ വർക്ക് ചെയ്തിട്ടില്ല? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴും സിനിമ സംസാരിക്കാനാണ് ഇഷ്ടം, സിനിമാക്കാരോട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഏത് വർക്കും ആയിക്കോട്ടെ, ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഷൂട്ട് ആയിക്കോട്ടെ, അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊജക്ട് ഡിസൈനർ. നമ്മൾ പേര് കേട്ട സാബു സിറിൽ പോലെ ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് നമ്മൾ മലയാളികൾ കേട്ടിട്ടുണ്ട്. ഈ ദുബായിൽ, ഈ UAE അങ്ങനെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്. ആൾ കാസർഗോഡുകാരൻ, മലയാളിയാണ്. സലീം മൻസിൽ എന്നാണ് പേര്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങാം. സലീം ഖാൻ, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സിനിമകൾ ചെയ്തു. സത്യം പറഞ്ഞാൽ മലയാളി കേൾക്കാത്തൊരു പേരാട്ടോ. സലീം മൻസിൽ എന്നുള്ള പേര് മലയാളി കേട്ട് കാണില്ല. ഹോളിവുഡിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ആ പേര്. ഹൃത്തിക് റോഷൻ്റെ വിക്രം വേദ തുടങ്ങി ഒരുപാട് സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു. നമുക്ക് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ നമുക്കറിയാം. മലയാളിക്ക് പ്രത്യേകിച്ച് അറിയാത്തൊരു കാര്യമാണ്, ഒരുപാട് ഹിന്ദി സിനിമകളുടെ ഷൂട്ട് ഇന്ന് UAE നടക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പരിചയപ്പെടുത്തിയത് കറക്റ്റ് അല്ലേ? പരിചയപ്പെടുത്തിയത് കറക്റ്റാണ്. എന്താണ് നിങ്ങൾ പറയുക? സലീം മൻസിൽ തന്നെ പറഞ്ഞത്. നമ്മൾ വേണമെങ്കിൽ ഹിന്ദിക്കാരൊക്കെ വിളിക്കുമ്പോൾ സലീം ഭായ് എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ. എത്തരത്തിലാണ് ഇവിടെ അത്രയും സിനിമകളുടെ ഷൂട്ട് നടക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് തുടങ്ങിയാൽ നന്നായിരിക്കും. സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ UAE നല്ല സിനിമകൾ ഒരുപാട് വന്നു. ബോളിവുഡ് ആണെങ്കിൽ, പിന്നെ ഇപ്പോൾ മലയാള പടങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട്. നല്ല ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് ദുബായ്. കാരണം ദുബായ് അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആയിരിക്കാം മിക്കവാറും അങ്ങനെ ഇവിടെ കൂടി വരുന്നത്. സോ സിനിമ ഇവിടെ ഞാൻ എൻ്റെ ആദ്യം ഇവിടെ ഒരു സിനിമ എന്ന് പറയുന്നത് ദബാങ് 2 ആയിരുന്നു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ദബാങ് 2 ചിത്രം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആർട്ട്, ആ സിനിമയ്ക്കൊരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരിക്കുമല്ലോ? ആ സിനിമയ്ക്ക് ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു, ശശാങ്ക് തേരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ, ബോംബെയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനപ്പോൾ ഒരുപാട് TV കമേഴ്ഷ്യൽസ് ചെയ്യുന്ന സമയമായിരുന്നു. ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു ദുബായിൽ. 2003 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2011, 8-9 ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞു. ആ സമയത്താണ് ആദ്യത്തെ പടം കയറി വരുന്നതും. പിന്നെ ഹാപ്പി ന്യൂ ഇയർ വന്നു. അങ്ങനെ അതിന് ശേഷം ഒരുപാട് UAE
ആ ഒരു ബൂമിംഗ് ഉള്ള സമയമായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരുപാട് പടങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ദബാങ് 2ഉം അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ചിത്രത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് പോർഷൻ അല്ലേ ഇവിടെ ചെയ്തത്? അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ ചെയ്തതിൻ്റെ കുറച്ച് പോർഷൻസ്. പോർഷൻസ്. എന്താണ് അവിടുത്തെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ വരുമ്പം പൂർണ്ണമായിട്ടും അവർ ഏറ്റെടുക്കാതെ നിങ്ങളിലൂടെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ക്ലാഷ് ആവാതെ എങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ക്ലാഷ് ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കൊരു ഒരു ബേസിക് ഐഡിയ തരും, ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഇവിടെ അവർ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കും, എന്നിട്ട് ചോദിക്കും എങ്ങനെയാണ് അവിടുത്തെ സ്കെയിൽ, നിങ്ങളുടെ വർക്ക് സ്കെയിൽ എങ്ങനെയാണ്, നിങ്ങളുടെ വർക്കേഴ്സ് എങ്ങനെയാണ്, സെറ്റ് അസിസ്റ്റൻസ് എങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് ആളെ കൊണ്ടുവരണോ, ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണോ, അല്ല നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ആൻസർ പറയും. എനിക്ക് ഗോഡൗൺ ഉണ്ട്, എനിക്ക് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, എനിക്ക് സെറ്റ് ഡ്രസ്സേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ഇത്. അപ്പോൾ ആദ്യമൊക്കെ അത് എൻ്റെ അടുത്ത് കുറവായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് അത്രയും വലിയ സ്കെയിലായിരുന്നില്ല ആ പടങ്ങളൊക്കെ, ആദ്യം വരുന്ന പടങ്ങളൊക്കെ. പിന്നെ വരുന്ന പടങ്ങളൊക്കെ ഒരുപാട്. ഇപ്പോൾ ടൈഗർ സിന്ദാ ഹെ ഏകദേശം 200ഓളം വർക്കേഴ്സാണ് അതിനകത്ത്. നിങ്ങളുടെ മാത്രം അല്ല, ഒരു ഏകദേശം ഒരു 80 അവർ ബോംബെയിൽ നിന്ന് വന്നു, ഒരു 100-100 ആൾക്കാർ ഇവിടെ നിന്ന്. അപ്പോൾ ഈ അവരുടെ പേയ്മെന്റ് നോക്കുമ്പോൾ അവരെ 80 പേരുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരട്ടി ആയിരിക്കില്ലേ, 3 ഇരട്ടി ആയിരിക്കില്ലേ? അത് ചിലപ്പോൾ ആയിരിക്കാം പേയ്മെൻറ്റ്സ്. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് കാര്യത്തിൽ, അപ്പോൾ അവർക്ക് അവിടെ നിന്നാണെങ്കിൽ അവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ ലിവിങ് കോസ്റ്റ്, ഇവിടെ താമസിക്കണം, അങ്ങനെയൊക്കെ വരുന്നേരം ഏകദേശം സെയിം ആണ് എന്ന് കൂട്ടാം ഏകദേശം. പിന്നെ ചെറിയൊരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. UAE ഇന്ത്യ ആയിട്ട് ഒരു ഡബിൾ വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ സിനിമകളുടെ ഒക്കെ ദുബായ് ആയിട്ട് തന്നെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത്? അല്ല, ഒരു കുറച്ച് സിനിമകൾ ദുബായ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ദുബായ് ദബാങ് ടു ദുബായിലായിരുന്നു. ദുബായ് ആയിട്ട് തന്നെയാണ് കാണിച്ചത്. ദുബായ് ആയിട്ട് അങ്ങനെ 2-3 പടങ്ങൾ സൗദി ആയിട്ട് കാണിച്ച പടവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡിഷും എന്ന് പറയുന്ന പടം സൗദി ആയിട്ട് കാണിച്ചെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കൺട്രീസ് ആയിട്ട് കാണിച്ച പടം. GCC കുഴപ്പമില്ല. ഇന്ത്യയുടെ കൾച്ചർ നമ്മൾ ഇവിടെ അഡാപ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയായിരിക്കും? ഇന്ത്യയുടെ കൾച്ചർ ഇവിടെ ഷൂട്ട് ചെയ്തത് ഒന്ന് മെയിനായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ വിക്രം വേദ, ഋത്തിക് റോഷൻ്റെ വിക്രം വേദ. ഇവിടെ നമ്മൾ ഒരു ഏകദേശം ഒരു 3-4 മാസം സെറ്റ് മാത്രം വർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു 21 days ഷൂട്ട് ഉണ്ടായിരുന്നു. മേജർ ഷോട്ട്സ് ഒക്കെ ഇവിടെ നിന്ന് ആയിരുന്നു. പിന്നെ ബാക്കി അവർ ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ട് തീർത്താണ്. 3 മാസം കൊണ്ട് സെറ്റ് ഇട്ടു. അത് ആക്ച്വലി നമ്മുടെ മുമ്പ് ചെയ്ത സെറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് എന്തിന്റെ സെറ്റായിരുന്നു? അത് ടൈഗർ സിന്ദയുടെ സെറ്റായിരുന്നു. അപ്പോൾ അബുദാബിയിലുള്ള 2454 അണ്ടറിലുള്ള അവിടെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഫിലിം സിറ്റി ഉണ്ട്, ബിറ്റ്വീൻ ദുബായ് ആൻഡ് അബുദാബി. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഈ സെറ്റ് ഉള്ളപ്പോൾ അതിന് തന്നെ റീമേക്ക് ചെയ്താണ്. കളറും കാര്യങ്ങളും പിന്നെ കുറച്ച് ഇന്ത്യൻ ആയിട്ട്. അത് ആദ്യം ഇറാഖായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തത്, ടൈഗർ സിന്ദ. കറക്റ്റ്. അത് പിന്നെ ഇന്ത്യ ആയിട്ട് നമ്മൾ ശരിയാക്കി. അതിൽ കുറച്ച് ആഡ് ചെയ്തു, ഒരു 30-40% ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഭാഗം ഇന്ത്യയുടെ ആ ഒരു ഐക്കോണിക്, ഇപ്പോൾ ലക്നൌവിലെ ഒരു മെയിൻ സിറ്റി, അവിടുത്തെ അതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു പടം മെയിൻലി ഒരു ഇന്ത്യ. പിന്നെ ഭാരത് എന്ന് പറഞ്ഞ പടം സൽമാൻ ഖാൻ്റെ, അതും അവിടെ തന്നെയായിരുന്നു. അതും ഒരു ഇന്ത്യൻ മാർക്കറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ജൂനിയേഴ്സ് അഭിനയിക്കുന്നവരൊക്കെ ഇവിടുത്തെ ആളുകൾ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം, നാട്ടിൽ നിന്ന് കൊണ്ടുവരണം? അല്ല, ഇവിടെ നിന്ന് മെയിൻ ആർട്ടിസ്റ്റുകൾ നാട്ടിൽ നിന്ന് വരും. നാട്ടിൽ നിന്ന് വരും. അപ്പോൾ ഒരു ഫീച്ചർ, അതുപോലെ തന്നെ മെയിൻ ഫീച്ചർ അങ്ങനെയുള്ള സൈഡ് ഒക്കെ അവിടെ നിന്ന് ഉണ്ടാവും. ഡയലോഗ്സ് ഒക്കെ ഉള്ള മെയിൻ ആർട്ടിസ്റ്റ്. ബാക്കി കംപ്ലീറ്റ് ക്രൗഡൊക്കെ ഇവിടെ നിന്ന് തന്നെ വരും. പിന്നെ ഇവിടുന്ന് ഒരുപാട് കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഞാൻ തന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ അതിൽ മെയിൻ ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടറായിട്ടൊക്കെ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചർ ഇവിടെ നിങ്ങൾ പുനരാവിഷ്കരിക്കുമ്പം എത്രമാത്രം റിസ്ക് ഉണ്ട് നിങ്ങൾക്കതിൽ? നമ്മൾ നാട്ടിൽ ചേരിയാണല്ലോ ഇവിടെ ഉണ്ടാക്കണം, അപ്പോൾ ഓട വേണം. അതിൽ ഉണ്ട് ചില സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ച അവർ പറയുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല പെട്ടെന്ന്. അവിടെയൊക്കെ ചട്ട്പട്ടിലേക്കാവും, ഓക്കെ, അല്ലെങ്കിൽ മറ്റേ ബാമ്പിൽ അവിടെ ഇങ്ങനെ പട്ടലേക്കാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പെട്ടെന്ന് പറയും. ആ സമയത്ത് പട്ട എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ വരുന്നില്ല. ഇപ്പൊ സോഫ്റ്റ് വുഡ് ഇപ്പൊ മെയിൻലി ടെന്റിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ് വുഡ്,
ദുബായിൽ ഷീറ്റ് മാത്രമായിട്ട് കിട്ടുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കി റോളാക്കി റോളല്ല, അതിപ്പോൾ നമുക്കൊരു 4x4 വേണമെങ്കിൽ നമ്മൾ 4 ഷീറ്റ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിന്റെ കാലുണ്ടാക്കണം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അത് ബൾക്കായിട്ടും വരും, മുറബായിട്ടും വരും, ബോക്സ് ആയിട്ടും ഷേപ്പ് തന്നെ കിട്ടും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ പെട്ടെന്ന് അവൈലബിൾ അല്ല. അപ്പൊ അത് നമ്മൾ പറയും ഇത് അതില്ല, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഈ ഷീറ്റായിട്ടാണ് ഇവിടെ വരുന്നത്, സെറ്റ് ചെയ്ത് തരാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് മാറ്റിയെടുക്കും. ചന്ദ്രനെ ചോദിച്ചാൽ ഈ ചന്ദ്രനില്ല, പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരു ചന്ദ്രൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അങ്ങനെയാണ് പൊതുവെ. പിന്നെ അങ്ങനെ ഒരുപാട് അവിടെ അവർക്ക് ഒരു ഇപ്പൊ ഇന്ത്യയിൽ, കാരണം ഇന്ത്യയും UAE-യും സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നേരം ഇറ്റ്സ് ഒന്നുമല്ല. ഇറ്റ്സ് എന്താ പറയുന്നത്, ഒരു 10% വരെ ഉണ്ടാവില്ല ഈ ഇന്ത്യയും UAE-ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ സെറ്റിൽ പോയപ്പോൾ അവിടുത്തെ സെറ്റിൽ ഞാൻ പോകും, ബോംബെയിൽ സെറ്റുള്ള നമ്മളെ ഫ്രണ്ട് ആ ഡയറക്ടർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയിൽ പോയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യും. ഞാൻ നോക്കും എങ്ങനെയാണ് അവിടുത്തെ വർക്കേഴ്സ്, എങ്ങനെയാണത് അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടാണ് അവർക്ക്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സിംഹാസനം പോലത്തെ ഒരു ചെയർ വേണമെങ്കിൽ ഒരു 4 ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ആ സ്റ്റൈറോന്ന് ഇങ്ങനെ വെട്ടിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു പേസ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞു, സംഭവം കിട്ടി. അതേ സ്ഥാനത്ത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു മിനിമം ഞാൻ പറയും എനിക്കൊരു 2 ദിവസം വേണം, അല്ലെങ്കിൽ 3 ദിവസം വേണം. എനിക്ക് എൻ്റെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം, അവൻ്റെ അടുത്ത് ചോദിക്കണം ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത്രയും ഇവിടുത്തെ ആർട്ടിസ്റ്റിന് പെട്ടെന്ന് ആൻസർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ചെയ്തെങ്ങനെ കൊടുക്കും, അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയം ലാഗായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതൊക്കെ അന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു അവിടുത്തെ പോലെ. അതായത് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഈ വൻ മതിലൊക്കെ ഉണ്ടാക്കുമല്ലേ. അപ്പോൾ നമ്മളൊക്കെ അന്നൊക്കെ മതിലുണ്ടാക്കുന്ന സമയത്ത് റിയൽ പ്ലൈവുഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കർവിങ് ഒക്കെ കൊടുത്തിട്ടാണ്. പക്ഷെ അത് അവിടുത്തെ ടീം വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്ത് ഞാൻ പഠിച്ചപ്പോൾ ഒന്നുമല്ല, അതിനകത്ത് ചാക്കിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ആ പേസ്റ്റൊക്കെ കലക്കി ഒഴിച്ചു അങ്ങ് കൊടുക്കുകയാണ്, അടിച്ചു കൊടുക്കുകയാണ്. കാരണം അത്രയും റഫ് ലുക്കിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അത്രയും എക്സ്പീരിയൻസ് കുറവായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് അവിടെ പോയിട്ടും അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്ത സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ്. ബജറ്റഡ് ആയിട്ടും സിനിമ സമീപിക്കാൻ അത് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അഡ്വർടൈസിംഗിൽ ഇത്രയും വർക്ക് ചെയ്ത ആളെന്ന രീതിയിൽ അതിന് ഇവിടെ അങ്ങനെ അത്രയും ബജറ്റ്, ഒരു അറബിന്റെ വർക്കിനും എമിറാത്തിന്റെ വർക്കിൽ അത്രയും ബജറ്റ് കൺസേൺ ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാത്തിനും ബജറ്റ് ഉണ്ട്. കാരണം മെയിൻ നമ്മൾ പിടിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയാൻ അങ്ങനെയല്ല, മൊത്തത്തിൽ എല്ലാ ഇതിലും നല്ല ബഡ്ജറ്റുള്ള കമേഴ്ഷ്യൽ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇന്റർനാഷണൽ കമേഴ്ഷ്യൽസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു വലിയ സംഭവമില്ല. ചിലതിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവാം, വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. എത്ര ആഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് UAE ബേസ് ചെയ്തിട്ടുണ്ട്? എത്ര പരസ്യം? ഒരു ഏകദേശം more than 1000 ആയി കഴിഞ്ഞു. ഇപ്പൊ പിന്നെ പുല്ലുമല്ലേ, സിമ്പിൾ സിനിമക്ക്. ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു വർക്ക് തന്നെ ഞാൻ പറയാം. ഒരു 2 ദിവസം മുമ്പാണ് ആ വർക്ക് കയറി വരുന്നത്. എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഡിസൈൻ, ഇങ്ങനൊരു സെറ്റ് വേണം. ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്തുതരാം, 2 ദിവസം ഉണ്ടല്ലോ, സമയം ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ട് ചെയ്തുതരുന്നത്. പക്ഷെ പറഞ്ഞില്ല, പറ്റുമോ, ഇത്രയും വലിയ സംഭവമാണ്. ഇല്ല, എനിക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കറിയാമല്ലോ എൻ്റെ ആൾക്കാർ എത്രയും പവർഫുൾ ആണെന്നുള്ളതും. ചിലപ്പോൾ 2 ദിവസം ഉറക്കമുണ്ട് കിട്ടിയെന്ന് വരില്ല, പക്ഷേ വർക്ക് അത് നടന്നിരിക്കും, പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കും. അപ്പം തന്നെ ഡിസൈൻ ചെയ്തു കൊടുത്തു. ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു മൂവിയിൽ ഒരു ഹോളിവുഡ് സെറ്റായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അതാ പറഞ്ഞത്, അതൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് ഞാനിപ്പോൾ ഈ സെറ്റ് കാണിച്ചു കൊടുത്തു. ഇപ്പോൾ നോർമലി എൻ്റെ കമ്പനി പോലത്തെ ഒരുപാട് കാർപ്പൻറ്റേഴ്സ് കമ്പനികൾ ഇവിടെ ഉണ്ടാവും. അവർക്ക് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഡ്രോയിങ് കൊടുക്കുകയാണെങ്കിൽ അവരൊരു ഓക്കെ എത്ര ദിവസം സമയമുണ്ടെന്ന് ചോദിക്കും. ഒരാഴ്ച സമയം വേണമെന്ന് പറയും. അങ്ങനെയുള്ളൊരു സംഭവം. പക്ഷെ അതേ സ്ഥാനത്ത് എനിക്കിപ്പോൾ പറയാൻ പറ്റും, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അടിച്ചെടുക്കാന്ന് പറയും. കാരണം സിനിമാറ്റിക് പരിപാടി അതിലാണ് ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ അതിങ്ങനെ പഠിച്ചു വരുന്നതാണ്. അങ്ങനെ വെച്ചാൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം, ഏത് ഭാഗമാണ് ഫ്രെയിം വരുന്നതെന്നുള്ളതും. അല്ലാതെ തന്നെ മെറ്റീരിയൽ വൈസും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരുപാട് വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സെറ്റൊക്കെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട്. വിക്രം വേദൻ തന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പ്ലക്സ് കൊണ്ട്
വാൾ ഉണ്ടാക്കും പിന്നെ അവര്. കാരണം അത് ആദ്യം തന്നെ മലയാള പടത്തിലും ഹിന്ദി പടത്തിലും ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണ്. കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ട് പഠിക്കാത്ത കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഭിത്തി വേണമെന്ന് വെച്ചാൽ ഒരു 10x20 മീറ്ററിന്റെ ഒരു ബിഗ് ഒരു വാൾ വേണമെന്ന് വെച്ചാൽ നമ്മളത് പ്ലൈവുഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് പെയിന്റ് ചെയ്യും. പക്ഷെ അത് പിന്നെ ക്ലോത്ത് അടിച്ചിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ അടിച്ചിട്ട് ആ ഒരു ഫിനിഷിങ്ങിന്. പക്ഷെ ഇവിടെ വരുന്ന TV കമേഴ്ഷ്യൽസ് കംപ്ലീറ്റ് വൺ നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷിലാണ് ഇവിടെ വേണ്ടത്. പക്ഷെ ഇന്ത്യയിൽ നിങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു റഫ് ലുക്കിലാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയൊരു അതിലൊരു ഇപ്പോൾ ഫ്ലക്സിൽ ഞാൻ ചെയ്തെന്ന് കൂട്ടിക്കോളാം. പക്ഷെ അങ്ങനെയുള്ള സംഭവം ആണെങ്കിൽ ഒരു ബാക്കിൽ ഔട്ട് ഓഫ് ഫോക്കസിങ് ഒക്കെ ആണെങ്കിൽ ചെയ്തു കൊടുക്കാം, പ്രശ്നമില്ല. അല്ലാതെ അടുത്താണെങ്കിൽ നമുക്കൊരു ധൈര്യക്കുറവുണ്ടാവും, ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല. കാരണം ആ ഡയറക്ടറിന് എന്ത് പിടിക്കുമോ, അല്ല അതിൽ ചെറിയൊരു ചുളുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാമറയിൽ കാണും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. റിസ്ക് എടുത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയൊക്കെ എന്തെങ്കിലും ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനടുത്ത് ബഡമിയ ചോട്ടമിയ എന്ന് പറയുന്ന പടത്തിൽ നിങ്ങൾ കാണുന്ന ആ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ എന്താ പറയുക റോക്കറ്റ് ലോഞ്ചർ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ എൻ്റെ കാർപ്പൻറ്റേഴ്സ് തന്നെ ഉണ്ടാക്കിയാണത്. അതിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ, അത് മൂവബിൾ ആയിട്ടും 360 ഡിഗ്രിയിൽ ടേൺ ചെയ്യണം. അത് എല്ലാം ഉണ്ടാക്കും. എല്ലാം അതിനകത്ത് മെറ്റൽ ഇത് കൊടുത്തിട്ട് സ്റ്റീൽ ബാരിങ് ഒക്കെ കൊടുത്തിട്ട് കൺട്രോളബിൾ ആയിരിക്കും. അതെവിടെ ലോക്ക് ചെയ്യണം എന്നുള്ള അവിടെ വെച്ച് ലോക്ക് ചെയ്യണം നല്ല രീതിയിൽ. പിന്നെ ഭാരത് എന്ന പടത്തിൽ ഞാനൊരു ലിഫ്റ്റ് ഇതുപോലെ തന്നെ സൽമാൻ ഖാൻ ഒരു അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 20 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ലിഫ്റ്റിന്. അപ്പോൾ അതിൽ ഇത്രയും ആൾക്കാരെ കയറി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റൊക്കെ അവർ ആദ്യം റിക്വയർമെൻറ്റ് തരുന്ന സമയത്ത് ഞാൻ നോക്കും, ലിഫ്റ്റാണോ, സോ സിമ്പിൾ, എത്ര ആൾക്കാർ, ഏകദേശം എത്ര ആൾക്കാർ പോകുന്നത്, അപ്പോൾ 8 ആൾക്കാർ കയറും എന്ന് പറയും. അപ്പോൾ സൽമാൻ ഹീറോ പ്ലസ് ഒരു 4 ആൾക്കാർ താഴെ നിന്ന് വരുന്നത്. ഇത് നമ്മൾ ബിൽഡൊക്കെ ചെയ്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അതിനകത്ത് ക്യാമറമാൻ കയറും, ക്യാമറമാൻ്റെ അസിസ്റ്റൻറ്റ് കയറും, ഇയാളെ 2 ആർട്ടിസ്റ്റിൻ്റെ 2 അസിസ്റ്റൻ്റ് ഉണ്ടാവും. അവർ കയറി. നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ലല്ലോ, അവിടെ ഇത് 8 ആൾക്ക് മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ, അല്ല ഇത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന്. അവസാനം നോക്കുന്നേരം ആൾക്കാർ കയറി 20 ആവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അല്ലല്ല, ഫുൾ ഫങ്ഷനബിൾ ലിഫ്റ്റ് ആയിരുന്നു. മോട്ടറൈസ് ഇട്ടിട്ട് കേബിളൊക്കെ ഇട്ടിട്ട് അത് നേരെ താഴെ പോയിട്ട് മേലെ 20 മീറ്ററിലോട്ട് മേലെ കയറി പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് അങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓൾവേസ് ഇൻ ടു റിസ്ക് തന്നെയാണ്. എപ്പോഴും ലാസ്റ്റ് മിനിറ്റ്സിൽ എന്തും ചേഞ്ച് ഇതാവും. എത്രമാത്രം സേഫ്റ്റി പ്രിക്കോഷൻസ് ഈ നാട് നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ട്? ഞാൻ മെയിൻലി നോക്കുന്നത് സേഫ്റ്റി ആണ്. അതേപോലെ നമുക്കൊരിക്കലും മറ്റുള്ള രാജ്യത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ അവരെ സേഫ്റ്റി നോക്കുന്നുണ്ടാവാം. പക്ഷേ ഇവിടുത്തെ UAE സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മോർ ദൻ 4 മീറ്റേഴ്സ് ഹൈയിൽ പോവുകയാണെങ്കിൽ അതിനുള്ള സേഫ്റ്റി കൊടുത്തേ തീരും. അത് സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടോ അല്ലെങ്കിൽ അതൊരിക്കലും ഏത് വിണ്ട് വന്നു കഴിഞ്ഞാലും അത്രയും ഹെവി വിണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് വീഴൂല എന്നുള്ളത് ഉറപ്പ് 100%. റിസ്ക് എടുത്ത് സെറ്റപ്പ് ചെയ്തായിരുന്നു. മീൻസ് വാട്ട് ലൈക്ക് ഇതിങ്ങനെ ഇരിക്കുന്നത് എന്താവും, ഇത് വൈകുന്നേരം ഷൂട്ട് കഴിയുമ്പോൾ ഉണ്ടാവും ഉണ്ട്. അതാ പറഞ്ഞത്. ഇപ്പോൾ ഈ ലിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു കേസാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു സെറ്റ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ബഡമിയ ചോട്ടമിയെ തന്നെ ഞാൻ 2 ക്ലോക്ക് ടവർ, വാച്ച് ടവർ പണിതു. കാരണം അതും അതുപോലെ തന്നെയാണ്. ഒരു ഏകദേശം ഒരു 20 to 25 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ചില സമയത്ത് ചില ലൊക്കേഷനിൽ നമുക്ക് സമയം കിട്ടൂല. എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ആദ്യം പറയും നമ്മൾ 1 വീക്ക് ഉണ്ടാവും, 2 വീക്സ് ഉണ്ടാവും എന്നൊക്കെ പറയും. പിന്നെ അത് ലൊക്കേഷൻ പെർമിറ്റിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് അത് ചുരുങ്ങി വരും. ഇവിടെ അങ്ങോട്ടാണെങ്കിലോ സിനിമ അങ്ങോട്ട് നീട്ടാനും പറ്റില്ല, കാരണം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആണല്ലോ. അങ്ങനെയുള്ള സമയത്ത് പിന്നെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഇത് ഈസിലി 1 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ നല്ലൊരു പേടിയൊക്കെ ഉണ്ടാവും. ഇത് നടക്കുമോ, അല്ല ഇത് കംപ്ലീറ്റ് ആവുമോ ഇതിൻ്റെ വർക്ക്, കാരണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുമോ എന്നുള്ളതൊക്കെ ആ ഒരു ഇതൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവും. സിനിമ സ്വപ്നം കണ്ട് ദുബായിക്ക് കയറിയതാണോ? സിനിമ സ്വപ്നം കണ്ട് ദുബായിക്ക് കയറി എന്ന് പറയാൻ പറ്റില്ല. സിനിമയായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു കളിക്കൂട്ടുകാരായിട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ടിങ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം ഞാൻ എൻ്റെ നെയ്ബേഴ്സായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കിരൺ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇവനായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അവൻ്റെ അമ്മ എൻ്റെ അടുത്ത്, ഞാൻ അവരുടെ അടുത്ത് പറയും, ഒരു ദിവസം നോക്കിക്കോ ഞാൻ ഷാറൂഖ് ഖാൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും, ഞാൻ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം എന്നൊക്കെ. അങ്ങനെയുള്ള ചെറുപ്പത്തിൽ, അത് ചൈൽഡ്ഹുഡിലായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ ആദ്യ സിനിമ ഷാറൂഖ് ഖാൻ്റെ കൂടെ ചെയ്തപ്പോൾ ഹാപ്പി ന്യൂ ഇയറിൽ ആ ഫോട്ടോ ആണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇവർക്കായിരുന്നു ആദ്യം ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കിരണിൻ്റെ അമ്മയ്ക്ക് ഓക്കെ, ഇവിടുന്ന് അവൻ്റെ ബ്രദറിൻ്റെ ഫോണിലോട്ട് പ്ലീസ് സെൻഡ് ഇറ്റ് യുവർ മോം ആൻഡ് സി ഹു ഐ എം വിത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അവരെ എനിക്ക് മറുപടി തന്നിരുന്നു. റിപ്ലൈ ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നീ അന്ന് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ നീ അത് ചെയ്തെടുത്തു എന്നുള്ളതൊക്കെ. അല്ലാതെ പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെറുതായിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ മെയിൻലി ഞാനൊരു സിനിമയിലോട്ട് തന്നെ കയറണം, അല്ല സിനിമ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വന്ന എല്ലാവരും ആർട്ടിൽ വന്ന് വർക്ക് ചെയ്ത് ഒരു പാഷനായിട്ട് വരുന്നവരാണല്ലോ. കറക്റ്റ്. ഇപ്പം സലീം മൻസിൽ എന്ന് പറഞ്ഞ വ്യക്തി ദുബായില് നാട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഷൂട്ട് കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല, നാട്ടിൽ ഷൂട്ട് പോലും കാണാൻ പോയിട്ടില്ല കേട്ടോ. ഒരു സിനിമയുടെ ഷൂട്ടും കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഇവിടെ എന്തായിട്ടാ വന്നേ? ഞാനിവിടെ നോർമൽ ബേസിക് എന്തെങ്കിലും ഒരു ജോബിനായിട്ട് വന്നത്. കാസർഗോഡ് പോലെ. ഈ കാസർഗോഡ് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല, കാരണം എല്ലാവരും ഗൾഫിലാണല്ലോ. കാസർഗോഡ് മൊത്തം ഗൾഫാണല്ലോ. ആണ്. അപ്പോൾ നോർമലി ഒരു ജോബ് തേടി വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ എവിടെയെങ്കിലും ജോബ്. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് സംതിങ്. അങ്ങനെ ഒരു ഡ്രൈവറായിട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നെ ഈ പ്രൊഡക്ഷനിലോട്ട് ഒരു ഡയറക്ടറിൻ്റെ ഡ്രൈവറായിട്ട് എന്നെ വിടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്ഷനിലോട്ട് കയറിയത്. അല്ലല്ല, അല്ല, ഇത് നോർമൽ കമേഴ്ഷ്യൽ ടി വി അഡ്വർടൈസിങ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ VIP ഫിലിംസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത വർക്കാണ് ആർട്ട് ഡയറക്ടറായിട്ട് ജോബ് ചെയ്തത്. 20 ഇയർ മുമ്പ് അതേ കമ്പനിയിൽ ഞാൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ ആ ഡയറക്ടർ ഏത് നാട്ടുകാരനാണ്? അത് ഒരു നോർവേക്കാരനാണ്, ഒരു ബ്രൂസ് പാറമോർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ TV കമേഴ്ഷ്യലിൽ ഞാൻ ഡ്രൈവറായിട്ട് ചെന്നപ്പോൾ ആ ഡയറക്ടറിന് ഭയങ്കര ഒരു ക്ലോസ് ആയി ഞാനുമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സലീം യു വാണ്ട് ടു കാസ്റ്റിംഗ് ഓൺ ദിസ് മൂവി അന്ന്. അപ്പോൾ എനിക്ക് അത്ര ഇംഗ്ലീഷൊന്നും അത്ര വശമല്ല, അത്രയും ഇതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഒപ്പിച്ചങ്ങ് ഒപ്പിച്ച് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ ഞാനിപ്പോൾ ചെയ്യുന്ന TV കമേഴ്ഷ്യലിനകത്ത് നിനക്കൊരു കാസ്റ്റിംഗ് റോളുണ്ട്, അഭിനയിക്കാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഒരു TV കമേഴ്ഷ്യൽ ആദ്യം ഞാൻ കയറി ചെല്ലുന്നതും അതിൽ തന്നെ എനിക്കൊരു ചാൻസ്, ഒരു അഭിനയിക്കാനുള്ള ചാൻസും. അപ്പം തന്നെ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പോൾ ആ സമയത്ത് റീൽസിനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, റീലിനാണ്, ഇങ്ങനെ ഫിലിം റീൽസാണ്. അപ്പോൾ ഇതൊന്നുമില്ല, എനിക്ക് ഫോണൊന്നുമില്ല. ഫോട്ടോ ഇപ്പോൾ ക്യാമറയിൽ ഫോട്ടോ പതിച്ച കുറച്ച് ഫോട്ടോസ് ഞാൻ അത് ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ ആർക്കോ അത് എങ്ങനെയോ എനിക്കറിഞ്ഞൂടെ, എങ്ങനെ മെയിലിലാണോ അങ്ങനെയാണെന്നും തോന്നുന്നുണ്ട്, അയച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞ നോക്കിയയുടെ ഒരു 7700 എന്ന് പറയുന്ന ഒരു ക്യാമറ, 6600 ഉരുണ്ട സാധനം, 00 ആ സമയത്ത് വന്നതായിരുന്നു, ലിവറുള്ള. അതും എനിക്ക് ആ സമയത്ത് വാങ്ങാൻ പറ്റില്ല, അത്രയും നല്ല കോസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇമ്രാൻ എന്ന് പറയുന്നത്. ഞാൻ ആ റെൻ്റേ കാറിൽ വർക്ക് ചെയ്യുന്ന അതിൽ ഒരു പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഇവിടുത്തെ, അവൻ ഇവിടെയാണ് ജനിച്ചു വളർന്നൊക്കെ, ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഇവിടെ കുറച്ച് ലോക്കൽ പോലെ ആയിരുന്നു, ഒരു ബെഡ്വിൻ എന്ന് പറയുന്നത്, ബെഡു ലോക്കലായിരുന്നു. അവൻ ഇവിടെ തന്നെ കല്യാണമൊക്കെ കഴിച്ചത്. അപ്പോൾ അവൻ ആ ക്യാമറ ഫോണ് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നാളെ സെറ്റിലുണ്ട്, എൻ്റെ ഷൂട്ടുണ്ട്, നീ അവിടെ വന്നിട്ട് എനിക്ക് 2-3 ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് ആ ഫോട്ടോ ഞാൻ എടുക്കുന്നതും ഇവർക്ക് അയച്ചു കൊടുക്കുന്നതും. അതേ കമ്പനിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം അവരെന്നെ വിളിച്ചു പ്രൊജക്റ്റ് വരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചു, ഞാനത് നിങ്ങളെന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഒരു കമ്പനിയിൽ നിന്നാണല്ലോ ഹയർ ചെയ്യുന്നത്, ഞാൻ സ്വന്തമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവർ മീൻസ് പ്രൊഡക്ഷൻ ഡ്രൈവറായിട്ട് നിങ്ങൾ എന്നെ എടുക്കുമെന്ന് ചോദിച്ചു. വൈ നോട്ട്, വി നീഡ് യു ബിക്കോസ് ഐ നോ. അപ്പം ഞാൻ എന്താ കാരണം വെച്ചാൽ ആ പ്രൊഡ്യൂസർ അവിടെ ഒരു മിർന എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ലെബനീസ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഒരു ഡ്രൈവർ മാത്രമല്ല, ഞാൻ എല്ലാം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനത് സപ്പോർട്ട് പിടിക്കുന്ന സമയത്ത്, ഈവൻ സെറ്റിലാണെങ്കിലും ആർട്ട് ഡയറക്ടറിന് ഞാൻ പോയിട്ട്, അപ്പോൾ ചില ആർട്ട് ഡയറക്ടേഴ്സ് വിചാരിക്കും ഇങ്ങനെ, ഞാൻ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവനാരാ ഇങ്ങനെ വന്നിട്ട് ഓക്കെ അപ്പം എന്നോട് ചോദിക്കും, നീ ഞാൻ പറയും ഡ്രൈവർ, ഓക്കെ ഞാൻ കൂടാന്നൊക്കെ പറയും.
അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു അന്ന്. ഇങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വെറുതെ വന്നിട്ട് ആ ഒരു എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക. ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ മിർനോട് ചോദിച്ചു, സ്ലിം നിനക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം നിനക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് ഒരു ഫോട്ടോ കമ്പ്യൂട്ടറിലായിരുന്നു കാണിക്കുന്നത്. ഞാൻ ഇത് കിട്ടുമല്ലോ, ഇത് ദേരയിൽ കിട്ടും. ഞാനപ്പോൾ ദേരയിലൊക്കെ പോകുമല്ലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി അവർക്ക് ആ സാധനം കൊണ്ടുവന്നു. അന്ന് ഫോട്ടോ എടുത്ത് അയക്കാനുള്ള സംവിധാനമൊന്നുമില്ല, അവിടെ പോയിട്ട് കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുവരണം. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ക്യാമറ എൻ്റെ കയ്യിൽ തരും, പ്രൊഡക്ഷൻ എന്നൊരു ക്യാമറ തരും, ഫോട്ടോ എടുക്കും, തിരിച്ചു വരും, ഇവർ നോക്കും, എന്നിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യും. 2003-2004 അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, യു വെരി ഗുഡ് ഇൻ പ്രോപ്സ്, ഹൗ യു നോ ഓൾ ദീസ് തിങ്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ഞാൻ പറഞ്ഞു, ഇത് ദേരയിൽ എവിടെ നിന്നാണ് കിട്ടുന്നത്, മാർക്കറ്റിലുള്ള സാധനമല്ല ഇത്. ഞാൻ ഒരാഴ്ചയായി ഈ ഇവിടുത്തെ ആർട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കിട്ടാത്തൊരു സാധനമാണ്. ഓ മൈ ഗോഡ്, താങ്ക്സ് ടു എന്തൊക്കെ. കാരണം വെച്ചാൽ അവർക്ക് ഒരു മെയിൻ കീ പ്രോപ്സ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ് സി. അങ്ങനെ പിന്നെ ഒരു പ്രോപ്സ് ഇവരെ അവിടെ ഡ്രൈവറായിട്ട് വന്നു. 2 വർഷം അവർ ആ കമ്പനിയിൽ ഫുൾ ടൈം ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ പഠിക്കുകയായിരുന്നു. പിന്നെ ഞാനൊരു പ്രോപ്പ് മാസ്റ്ററായിട്ട് അവിടെ നിന്ന് മെല്ലെ ആ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതേ കമ്പനിയിലോട്ട് പ്രോപ്പ് മാസ്റ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് പിന്നെ ഞാനൊരു 2-3 കമ്പനിയായിട്ട് പുറത്തുള്ള കമ്പനിയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർക്കും ഞാൻ പ്രോപ്പ് മാസ്റ്ററായിട്ട് പോകും, VIP ഫിലിംസിനും അതുപോലെ തന്നെ വേറെ പ്രൊഡക്ഷൻ കമ്പനിക്കും. ഇങ്ങനെ അപ്പോൾ ഒരു ഡയറക്ടർ വന്ന് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് കാണിച്ചാൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി, ചിന്തിക്കണം, നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും തെണ്ട് ബക്കറ്റ് കുറിച്ച് കൊണ്ടുവരും. അത് നമ്മുടെ ഉള്ള വണ്ടിയിൽ അല്ലെങ്കിൽ ട്രക്ക് ഹയർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു 10 വർഷം ഞാൻ 2013 വരെ ഞാൻ പ്രോപ്പ് മാസ്റ്ററാണ്. ഒരു ഏകദേശം 4-5 എന്തോ സ്റ്റാർട്ട് ചെയ്ത പ്രോപ്പ് മാസ്റ്റർ, കീപ് ഡൂയിങ് സിംഗിൾ അലോൺ, ഞാൻ മാത്രം. ആൾക്കാർ എനിക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പച്ചകളൊക്കെ പിടിച്ച് അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാസർഗോഡിൽ തന്നെ കുറച്ച് പിള്ളേർ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള 2-3 പിള്ളേർ ഇതായി, അവർ വരാൻ തുടങ്ങി. അവർ കുറച്ച് കാലം പിന്നെ അവർ ഈ ഒരു മൈൻഡാണല്ലോ, കാരണം പെട്ടെന്ന് കാശൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക്. പിന്നെ അവർ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഞാനിങ്ങനെ പ്രോപ്പ് മാസ്റ്ററായിട്ട് 10 വർഷം കഴിയുന്ന സമയത്താണ് എന്ന് ആലോചിക്കാം, പിന്നെ ഞാൻ ഒരുപാട് പിന്നെ ഈ കുറച്ച് ചെറിയ കൺസ്ട്രക്ഷൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാനത് പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കും, സെറ്റ് മേക്കിങ്. അപ്പോൾ പ്രോപ്പ് മാസ്റ്ററിൽ നിന്ന് വിട്ടു ചെറിയ കുറച്ച് ഒരു വലിയ അഡ്വർടൈസിങ് കിട്ടാൻ തുടങ്ങി, പരസ്യം കിട്ടാൻ തുടങ്ങി സ്വന്തമായിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ ഡയറക്ടർ ആയിട്ടില്ല, ആർട്ട് ഡയറക്ടർ ആയിട്ടില്ല, പ്രോപ്പ് മാസ്റ്റർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നിട്ട് അവർ നമുക്കൊരു ഭിത്തി അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പ് വോൾ വേണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കിച്ചൺ ടൈപ്പ് ഒക്കെ അങ്ങനെ വിൻഡോ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തോളാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഇപ്പോൾ ഈ കമ്പനിയിലൊരു പാർട്ട്ണർ, അപ്പോൾ കാശ് വന്നു, ഫ്രീലാൻസ് ആയപ്പോൾ യെസ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്റ്റോറീസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്, അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നല്ല ക്ലയൻ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടംപോലെ വർക്ക് ഉണ്ട്, സോ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒരു വെയർ ഹൗസോ അതുപോലത്തെ ഷോപ്പ് പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട്, അത്രയും വലിയ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ റെൻറ്റിൽ എവിടെയെങ്കിലും. അങ്ങനെ ഞങ്ങൾ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് വരാൻ. അവൻ വേറൊരു ഫീൽഡിലായിരുന്നു, വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇതേ അൽക്കൂസ് തന്നെയാണ്, ഒരു 400 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയൊരു ഷോപ്പ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ഫംഗ്ഷൻസ് നടന്നത്? ഒന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ടുള്ള കുറച്ച് ഇങ്ങനെ എന്താ പറയുക ഡ്രില്ലും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്യും, കുറച്ച് പ്രോപ്സ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പ്രോപ്സ് കളക്ഷൻ പ്രോപ്സ് ഉണ്ടായിരുന്നു. ഒരു പ്രൊഡക്ഷനിൽ ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30% പ്രോപ്സ് അവർ എടുക്കില്ലല്ലോ, കുറച്ച് ബാക്കി വരില്ലേ? അല്ല, ചില കമ്പനീസിന് തീരെ ഗോഡൗൺ ഇല്ല, അവർക്ക് വെയർ ഹൗസ് ഒന്നും നിങ്ങൾ സൂക്ഷിക്കും, അത് അവർ പറയും എടുത്തോന്ന് പറയും. അപ്പൊ അത് നമ്മുടെ അടുത്ത വർക്കിലേക്ക് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ കുന്നുകൂടിയത് വലിയ സെറ്റപ്പ് ആട്ടോ, 400, 4000, 40,000 കേട്ടുണ്ട്. അത്ര സാധനങ്ങളുണ്ട് ഇവിടെ. കഴിഞ്ഞ 20 വർഷത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പഴയ ഗ്രാമഫോണൊക്കെ ഇവിടെ കണ്ടായിരുന്നു. ശരിക്കും ഷോപ്പ് ഉണ്ടായിരുന്ന 100 സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണോ, പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം പുള്ളിക്കാരൻ പറഞ്ഞു അന്ന് ഷോപ്പിന്റെ പുറത്ത്, അതൊരു കോമ്പൗണ്ട് അകത്തായിരുന്നു അൽക്കൂസിൽ.
അപ്പോൾ അന്ന് അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, കോമ്പൗണ്ടിനകത്താണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ടിലുള്ള ഈ സ്ഥലം ഞാൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നെ ഒരു കാർപ്പൻറ്റർ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു പയ്യൻ വന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഈവൻ ഇത് ഓഫീസ് വർക്കായിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 22 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കാർപ്പൻറ്റേഴ്സ്, അതുപോലെ പെയിൻറ്റേഴ്സ്, പ്രോപ്പ് മാസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഇൻഹൗസ് പ്രോപ്പ് മാസ്റ്റേഴ്സ് ഉണ്ട്, പ്രോപ്പ് ബയേഴ്സ് ഉണ്ട്, അതുപോലെ ഡിസൈനേഴ്സ് ഉണ്ട്. സോഫ്റ്റ്വെയറിലേക്ക് എപ്പോഴാണ് മാറിയത്? സോഫ്റ്റ്വെയറിലൊക്കെ മാറിയത് ശരിക്കും ഒരു 5 വർഷം മുമ്പാണ്. 3D ഒക്കെ ചെയ്യുന്നത്? 3D ഒക്കെ ചെയ്യാൻ തുടങ്ങി. 3D ഉണ്ട്, കാർഡുണ്ട്, എല്ലാം ഉണ്ട്. സ്കെച്ചപ്പാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, സ്കെച്ചപ്പാണ്. പിന്നെ അങ്ങനെ ഒരു 5-6 വർഷമായി. അതിന് മുമ്പ് നമ്മൾ നോർമലി 2D ഒക്കെ വരക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ഗ്രാഫിക് ഡിസൈനറായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തുനിന്നായിരുന്നു ഞാൻ പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തൊക്കെ നമുക്ക് കട്ടൗട്ട് വേണമെങ്കിൽ അതുപോലത്തെ പ്രിൻറ്റിങ് വർക്ക് അവൻ്റെ കൂടെ ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു, പ്രവീൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പുള്ളിക്കാരൻ അവിടെ നിന്ന് വർക്ക് 6 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രി അല്ലെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അപ്പോൾ നാളെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, എനിക്കൊരു കുറച്ച് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ. അപ്പം വേറെ കമ്പനിയില്ല, ഇപ്പോൾ ഫ്രീലാൻസ് ആണ്, ഞാൻ വർക്ക് കൊടുക്കാറുണ്ട് ഇപ്പോഴും. ആദ്യത്തെ ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ ആ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തൊരു ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞു, നോർവേക്കാരൻ ബ്രൂസ് പാറമ്പ്. അത്തരത്തിൽ നന്ദി പറയാനാണെങ്കിൽ കുറേ പേരുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 5-6 വർഷം കഴിഞ്ഞാലാണ് ഒരു ആർട്ട് ഡയറക്ടർ ലെബനോണിൽ നിന്നൊരു ആർട്ട് ഡയറക്ടർ വരുന്നത് ഇവിടെ. ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആ ഒറ്റ പ്രാവശ്യത്തെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം പുള്ളിക്കാരത്തി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ ഇസ് എവറിത്തിങ്, ഓൾ ഗുഡ്, യു ഹാവ് ഓൾ ദ ടൂൾസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ടൂൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ടൂൾസ് ആയിട്ട് ഞാൻ 5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി കാണുന്നത് ചെറിയൊരു ബോക്സിൽ 2 സ്ക്രൂ ഡ്രൈവറും ഡ്രില്ലിംഗ് മെഷീനും 2 ഡ്രിൽ മെഷീനാണ്. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് നിങ്ങൾ പ്രെപ്പിങ് ചെയ്യുകയാണ്. പുള്ളിക്കാരത്തി എൻ്റെ കൂടെ വരും വണ്ടിയിൽ. ഞങ്ങൾ 2 പേരും ഇങ്ങനെ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെ ഹാർഡ്വെയർ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഏസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏസിൽ അവിടെ പോയിക്കോന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം ഞാൻ കരുതുന്നത് ഇത് പ്രോപ്സ് ആണ്, ഷീ ഈസ് ബൈങ് ഫോർ എ പ്രോപ്സ് എന്നാണ്. ഒരു വലിയൊരു പെട്ടി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു പ്രോപ്പ് മാസ്റ്ററിന് വേണ്ട എത്ര ടൂൾസ് ഒരു പ്രോപ്പ് മാസ്റ്ററിന് ആവശ്യം. ഷീസ് എ ഫീമെയിൽ. ആൻഡ് ഷി വാസ് ലൈക്ക് ഗ്രാബിങ്, ഇങ്ങനെ വലിച്ചിടുകയാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടിങ് കൊണ്ട് ഒരു ബാക്കിൽ നടക്കും. ടൂൾസ് ആണ് എല്ലാം, സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ, സ്പാൻഡർ, ഡ്രില്ല്, മിഷന്, എക്സ്റ്റൻഷൻ കേബിൾ എന്ന് പറഞ്ഞിട്ട് A to Z ലൈക്ക് 3 സ്റ്റോർ ഓഫ് ഇത്രയും ഉള്ളൊരു പെട്ടിയിൽ ഫുൾ നിറച്ചിട്ട് കൗണ്ടറിൽ പോയി കാശും കൊടുത്തു. അപ്പോൾ അന്നേരം ആ സമയത്ത് ഒരു ഏകദേശം ഒരു 2500 ദിറംസ് ആണ് അന്നത്തെ ബില്ല്. അതെനിക്ക് ശരിക്കും അറിയാം. അപ്പം ഞാൻ കരുതുന്നത് ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ വർക്ക്ഷോപ്പിൻ്റെ പരസ്യമായിരിക്കും. അല്ല, കാരണം ഇതിലേതെങ്കിലും ഒരു ഷോട്ടിൽ, അപ്പോൾ ആർട്ട് ഡയറക്ടർ ആണെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം ഈവനിങ് എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് ഫോർ യു. ഓക്കെ. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴൊക്കെ ഓക്കെ നമുക്ക് പറയാം ഒരു 2000 ദിറംസിൻ്റെ ഒരു ടൂൾസൊക്കെ മേടിക്കാൻ വെച്ചാൽ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊരു സാധനം വേണമെങ്കിൽ 1 2 20 ദിറംസ് അല്ലെങ്കിൽ ഒരു 10 ദിറംസ്. ഡേ ടൂടെ അന്ന് ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഏസ് ക്യാരി ഫോർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സാധനം ഇന്നും എൻ്റെ ടൂൾസ് പെട്ടിയിൽ കാണുന്നുണ്ട്. അവർ തന്ന ആ ബോക്സ് വരെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ അന്നത്തെ ആ ചെറിയ ഓഫീസിൽ കിടന്ന് കബോർഡ്, അതുപോലെ തന്നെ ആ ഒരു ചെറിയ ടേബിള്, ഒരാൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന മാത്രമായിട്ടുള്ള ചെറിയ ഡോറും ഒരു ഓഫീസ് ഉണ്ടായിരുന്നു നമുക്ക്. അതിൻ്റെ സാധനങ്ങൾ വരെ ഇപ്പോഴും ഉണ്ട്. ഒരു മലയാളിക്ക് ഓർത്തെടുക്കാം, പേര് പറഞ്ഞാൽ അവൻ അറിയാൻ പറ്റുന്ന ഏത് പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസിങ്ങും ഒന്ന് പറയാമോ? നമുക്കറിയണം, മലയാളിക്ക് കേരളത്തിലെ മലയാളി കിട്ടി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന്റെ സെറ്റപ്പ് നിങ്ങളാണ് ഒരുക്കിയത്. ഇവിടുത്തെ ഡൂവിന്റെ ഒരുപാട് പരസ്യം ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. ഡൂവിന്റെ അവിടെ ഡൂവിന്റെ അകത്തന്നെ ഒരു സോഫയിലൊക്കെ ഇരുന്നിട്ട് ഒരു കാർപ്പറ്റൊക്കെ ഇങ്ങനെ ഫ്ലൈങ് ഇപ്പോൾ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്ക് ടു സ്കൂൾ സെൻട്രൽ പോയിന്റിന്റെ അതൊക്കെ ഇപ്പൊ നമ്മൾ റീസെന്റ് ചെയ്താണ്. ഐക്യയുടെ കഴിഞ്ഞ വർഷത്തെ ഐക്യ. അതുപോലെ കൂടുതലും നിങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളുടെ സംവിധാനം അറബ്സ് ആണോ അതോ യൂറോപ്യൻസ് ആണോ? യൂറോപ്യൻസ് ആണ്. ഇന്ത്യൻസ് ഇപ്പോൾ
വളരെ ചുരുക്കേ ചെയ്തിട്ടുള്ളൂ, ഒരു 4-5 പരസ്യമേ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ അഡ്വർടൈസിങ് ഇവിടെയാണ് കൂടുതൽ, ഇന്ത്യയിൽ തന്നെ? ഇന്ത്യയിലല്ല, കുറച്ചും കൂടെ അഡ്വർടൈസ്മെന്റ് കൂടുതലുണ്ട്, അത്രയും ആൾക്കാർ ജനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ. ഇവിടെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി, പല ലോകരാജ്യങ്ങളുണ്ടല്ലോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇന്റർനാഷണൽ കമേഴ്ഷ്യൽസ് ആയതുകൊണ്ട് എല്ലാം വേറെ വേറെ രാജ്യങ്ങൾ ആളായിരിക്കും. അപ്പോൾ ഓബ്രോഡ് DOP അതുപോലെ തന്നെ ഡയറക്ടറൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെയുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോൾ അലി മുസ്തഫ, നമ്മുടെ സിറ്റി ഓഫ് ലൈഫിന്റെ ഡയറക്ടർ, മൂപ്പര് നല്ല കമേഴ്ഷ്യൽ ചെയ്യും. ഞാൻ പുള്ളിക്കാരൻ അറബാണ്, അറബ് കം അമേരിക്കൻ അങ്ങനെയാണ്. പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ഇത്തിസ്ലാത്തിന് വേണ്ടിയിട്ടുള്ള ഒരു, ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ്, റോപ്പ് ഇങ്ങനെ വലിച്ച് 7 UAE റോപ്പ് വലിച്ചിട്ട് അവസാനം ആ ഫ്ലാഗ്, അതൊക്കെ ഞാൻ ചെയ്ത സംഭവമാണ് പുള്ളിക്കാരൻ്റെ കൂടെ. അതുപോലെ ഇപ്പോൾ പിന്നെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് എന്ന് പറഞ്ഞിട്ട് അജ്മൽ പെർഫ്യൂം ഇപ്പൊ നമ്മൾ ചെയ്തു ഒരു നമ്മുടെ തേജൽ പട്നി ആയിട്ട്. തേജൽ പട്നി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ്, ഡയറക്ടറാണ്. ഇപ്പോൾ വന്ന് ഇവിടെ ഉള്ള, അത് ഇപ്പോൾ ഇന്ത്യനാണ്. പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് കൂടുതലും. ഇതിന്റെ ഇടയിൽ ഫോട്ടോഷൂട്ട് വരും. ഇപ്പൊ നമ്മൾ TV കമേഴ്ഷ്യൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ അതേ സെറ്റിൽ തന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടാവും. ഒക്കെ നിങ്ങളെ ബാധിച്ചു തുടങ്ങി അങ്ങനെ സംഭവം. അങ്ങനെ ഇപ്പോൾ വിർച്വൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സ്ക്രീൻ ആയിരിക്കും, സ്ക്രീനിൽ ഫുള്ള് ബിൽഡിംഗ് ആയിരിക്കും, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. അതൊക്കെ ചില കമേഴ്ഷ്യലിനും സിറ്റിയൊക്കെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒരു ഡയറക്ടറിന് ഒരു ബിൽഡിങ്ങിന്റെ ഭിത്തിയിലോട്ട് കയറണമെന്ന് വെച്ചാൽ അത് റിയൽ ബിൽഡിംഗ് തന്നെ വേണം. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്ക്രീനിൽ ഒരു ബിൽഡിങ്ങും ഫ്രണ്ടിൽ ആ ഒരു പീസ് ഓഫ് വുഡ് വെച്ചിട്ട് അതിനകത്ത് ക്ലൈം ചെയ്ത് കഴിഞ്ഞാലൊന്നും മൂപ്പർക്ക് ആ ഡെപ്ത് കിട്ടാനൊന്നും പോകുന്നില്ല, ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ആദ്യം വിർച്വൽ പ്രൊഡക്ഷന് ഞാൻ ഇവിടെ ഇറങ്ങുന്ന ഒരു 5 വർഷം മുമ്പാണല്ലോ, ഏകദേശം ഒരു കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ എന്നെ ആ ഒരു മീറ്റിങ്ങിന് വിളിച്ചിരുന്നു അവർ ഇവിടെ DIP-യിൽ. ഞാനന്ന് പോയിട്ട് ഇങ്ങനെ അവരെ മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സലീം ഇതൊന്നും ഇനിയിപ്പോൾ നിൻ്റെ ഇതൊന്നും വേണ്ടി വരില്ല, ഇതൊക്കെ ഫുള്ള് ഇവർ പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിലും നീ ചെയ്യുന്ന ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവർ സ്ക്രീനിലിട്ടിട്ട് ഫ്രണ്ടിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഫ്രണ്ടിൽ ഒരു റോക്സ് ആണ്, ബാക്കിൽ ഇപ്പോൾ സാൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യായിരിക്കാം, നമുക്ക് ഈസിയാണ് ഫ്രണ്ടിൽ സാൻഡ് ഡ്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സ്ഥാനത്ത് ബാക്കിയുള്ളതൊക്കെ അത്ര വലിയൊരു വർക്ക്ഔട്ട് ആവുന്നില്ല. ശരിക്കും ഞാൻ പേടിച്ചത് വെറുതെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എത്ര പറഞ്ഞാലും ഫോക്കസ് പോയി കഴിഞ്ഞാൽ, ക്യാമറയുടെ ലെൻസ് മാറ്റി കഴിഞ്ഞാൽ അത് പിക്സലായി. പിന്നെ അതങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചില ഷോട്ടുകൾ ഞാൻ അവരെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വിർച്വൽ പ്രൊഡക്ഷനിൽ ചെയ്ത കുറച്ച് പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നൈക്കിയുടെ അതുപോലെ തന്നെ അഡിഡാസിൻ്റെ ഓടുന്ന സമയത്ത് ഇപ്പോൾ ഷൂ കെട്ടുകയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ട്, അതൊക്കെ അവർക്ക് ചെയ്യാം. അത് ആ ഒരു വിഷ്വൽ അവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഭിത്തി മാത്രം ഉണ്ടാക്കിയിട്ട് ഭിത്തിയുടെ മേലെ കാല് വെച്ചിട്ട് കെട്ടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും താഴെ എത്ര, അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ റണ്ണിങ് ഷോട്ട് അതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ പറ്റില്ല എന്നാണ് എനിക്ക്. ഏതൊക്കെ ഹിന്ദി സൂപ്പർ സ്റ്റാർസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഏകദേശം എല്ലാം. ആദ്യം സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, പിന്നെ അതുപോലെ തന്നെ രൺദീപ് ഹൂഡ, ഋത്തിക് റോഷൻ, പിന്നെ സൈഫ് അലി ഖാൻ, പിന്നെ അക്ഷയ് കുമാർ, ഇപ്പോൾ ലാസ്റ്റ് വന്നത്. പിന്നെ മറ്റേ ദ ക്രൂ എന്ന് പറയുന്ന പടം വന്നല്ലോ, 3 ഗേൾസ്. ഇവിടെ കുറച്ച് ഭാഗമേ ചെയ്തിട്ടുള്ളൂ. അബുദാബിയിൽ എയർപോർട്ടിന്റെ കുറച്ച് ഭാഗം ഇവിടെയാണ്, അകത്തുള്ള നടക്കുന്ന സീനൊക്കെ അഡ്നോക്കിലായിരുന്നു. അബുദാബി എയർപോർട്ട് ആക്കിയിട്ട് നമ്മൾ വേറൊരു രാജ്യത്തിന്റെ പേരും കൊടുത്താൽ ചെയ്തത്. നമ്പർ പ്ലേറ്റ് ഒക്കെ പുതിയ രീതിയിലെ നമ്പർ പ്ലേറ്റ്, അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ടായിരുന്നു? ആൽബുർജ്, ഒന്ന് സൈൻ ബോർഡ്സ്, ഞാൻ ശ്രദ്ധിച്ച പടം സൈൻ ബോർഡ്സ് ഒക്കെ വേറെ സാധനങ്ങളാണ്, കളേഴ്സ് മാറ്റി. ഒരിക്കലും UAE ഒരു എംബ്ലോം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതേപോലെ ടാക്സിയുടെ ഒരു യെല്ലോ ഒക്കെ ലോഗോ യെല്ലോ മാറ്റി വേറെ ഒരു നമ്പർ. കറക്റ്റ്. അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, വി ആർ നോട്ട് ഷോയിങ് ആസ് അബുദാബി, വി ഷോയിങ് ആസ് എ ബുർജ്, വേറൊരു രാജ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ആ സമയത്ത് നമ്മൾ UAE ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ വരാതെ സൂക്ഷിക്കണം. അല്ലാതെ ഒരു നമ്മൾ വേറൊരു രാജ്യം നിറഞ്ഞിട്ട് വലിയൊരു ഫ്ലാഗ് ബാക്കിൽ കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറിയില്ലേ. അപ്പോൾ ഹോട്ടൽ ഏതായിരുന്നു അവർ സ്റ്റേ ചെയ്യുന്നതായിട്ട്? അവര് ഇത് നമ്മുടെ എമിറേറ്റ്സ് പാലസ് ആയിരുന്നു. ആ ബാക്കിലൊക്കെ നമ്മൾ ഡ്രസ് ചെയ്തത് എമിറേറ്റ്സ് പാലസ് ആയിരുന്നു. അവിടെയും കുറച്ച് ചെറിയ ചെറിയ സെറ്റ് വർക്കുകൾ ചെയ്തു. ഷാറുഖ് ഖാന്റെ കൂടെ ഒരുപാട് പടം ചെയ്തിരുന്നത്. ഇപ്പോൾ ഡങ്കിയുടെ സോങ് ഇല്ലേ ഇപ്പോൾ വന്ന, മറ്റേ ഓമാഹി എന്ന് പറയുന്ന സോങ്,
നമ്മളിവിടെയാണ് ഇവിടെ ചെയ്തത്. ചെയ്തത്. ഇവിടെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സീറോയിലെ ഒരു സീൻ ഇവിടെ ചെയ്തിരുന്നു. ഒരു ലിഫ്റ്റിൽ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വേറെന്താ ഇവിടെ ചെയ്തത്? 4 പടം എന്താ ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും ഞാനൊരു മലയാളിയാണ്, എനിക്കൊരു മലയാള സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എമ്പുരാൻ എന്നുള്ള പടം മണിച്ചേട്ടൻ വന്നപ്പോൾ, പ്രൊഡക്ഷൻ ഡിസൈനർ മണിച്ചേട്ടൻ, നമ്മളെ 2018 പുള്ളിക്കാരൻ വന്നു, മീറ്റ് ചെയ്തു, നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്തു. ഇവിടെ ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവർ. പിന്നെ ഒരു വേറെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ചെന്നൈയിലോട്ട് പോവാണ്. സമയത്തൊക്കെ ഞാൻ ഭയങ്കര സന്തോഷിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വലിയൊരു സ്കെയിൽ ബിൽഡ്, ഒരു കൺസ്ട്രക്ഷൻ ഒരു മലയാളത്തിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ സംഭവം ഒന്നുമല്ല. ഇറ്റ്സ് എ വൺ ബിഗ് സിനിമയായിരുന്നു. അപ്പോൾ പിന്നെ അത് മാറിയപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചാൻസ് പോയി. പിന്നെ അല്ലാതെ പിന്നെ മലയാള പടം വരുന്നതെല്ലാം ഒരു ഓൺ റിയൽ ലൊക്കേഷനിൽ ജസ്റ്റ് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പടമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ ഒന്നും ഇവിടെ മലയാള സിനിമ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതുവരെ മലയാള സിനിമ വർക്ക് ചെയ്തിട്ടില്ല. മമത മോഹൻദാസിന്റെ കൂടെ ഒരു സോങ് ചെയ്തിരുന്നു, തേടൽ എന്ന് പറയുന്ന ഒരു സോങ്. ഏത് ഭാഷയത്? അത് മലയാളം തന്നെയാണ്. മലയാളം. ഏത് സിനിമയായിരുന്നു? സിനിമയല്ല, ഒരു സോങ്, ഒരു ആൽബം ആയിരുന്നു. അതിങ്ങനെ നമ്മളൊരു പ്രൊഡ്യൂസറിന്റെ കെയർഫിൽ വന്നാണ്, മിനിമാമിന്റെ കൂടെ അങ്ങനെ വന്നാണ്, അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ സങ്കടമായ കാര്യം, ഇദ്ദേഹം 20 വർഷമായി എനിക്കൊണ്ട് ഹിന്ദിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വർക്ക് ചെയ്തു. പക്ഷേ മലയാളം സിനിമ, തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടോ? 2-3 പടം വന്നിരുന്നു. നമ്മുടെ ക്രൂ ഒക്കെ അതിനകത്ത് പോയിരുന്നു, ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്ത സിനിമ ഏതായിരുന്നു? ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് വാർ 2. അതിന്റെ എത്രമാത്രം ഋതിക് റോഷന്റെ പടം. എത്ര ശതമാനം ഇവിടെ ചെയ്തിട്ടുണ്ട്? അതൊരു ഇവിടെ മെയിൻലി ആക്ഷൻ സീക്വൻസ് ആണ് ഇവിടെ മെയിൻലി ഷൂട്ട് ചെയ്തത്. അതിപ്പോൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നു. അതിനു മുമ്പ് ഇപ്പോൾ 2 പടം ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ദ ക്രൂ ആൻഡ് ബഡേമിയ ചോട്ട, രണ്ടും കണ്ടു. വാറിന്റെ എന്തൊക്കെ സീക്വൻസുകളാണ് ഷൂട്ട് ചെയ്തേക്കണേ? മെയിൻലി ആക്ഷൻസ് ആണ്. സെറ്റപ്പ് എന്തൊക്കെയാണ്? സെറ്റപ്പ് ഇത് ബോട്ട്, അതുപോലെ ഇങ്ങനെയുള്ള. അത് റിയൽ ലൊക്കേഷൻ ആണോ സെറ്റപ്പ് ആണോ? അത് റിയൽ ലൊക്കേഷനകത്ത് പ്രോപ്സും കാര്യങ്ങളും സെറ്റപ്പ് വെച്ചിട്ട് ഉള്ള സംഭവങ്ങളാണ്. അത് പിന്നെ റിലീസ് ആവാത്ത കൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ട്, മനസ്സിലായി. പക്ഷേ അതാ പറഞ്ഞത്, അത് സ്ക്രീനിൽ പറഞ്ഞുതരാൻ പിന്നെ ഒരു റിലീസ് ആവാത്ത കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ റിലീസ് ആയതിനു ശേഷമാണ്. അത് എത്ര നാളുണ്ടായിരുന്നു പ്രൊഡക്ഷൻ വർക്കുകൾ? അതൊരു 12 days ഷൂട്ടായിരുന്നു. 12 days. പ്രീ പ്രൊഡക്ഷൻ എത്ര? ഒരു 2 weeks 3 weeks ഉണ്ടായിരുന്നു. ആർട്ടൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ നിങ്ങൾ തന്നെ ചെയ്ത്. അപ്പോൾ അതിന്റെ ഒറിജിനൽ ആർട്ട് ഡയറക്ടർ ആരായിരുന്നു നാട്ടിൽ നിന്നുള്ള? രജത് പുദ്ദയായിരുന്നു വാർ 2-ന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. സലീം മൻസിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. മലയാള സിനിമ വളരുകയാണ്. മലയാള സിനിമ തീർച്ചയായും ദുബായിൽ വന്ന് വലിയ സിനിമകൾ ചെയ്യട്ടെ. അതിൻ്റെ പിന്നാമ്പുറത്ത് സലീം മൻസിലിൻ്റെ പേര് വരട്ടെ. ആശംസകൾ. ഇനി ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി എടുക്കാനുണ്ട്. ഒരു വലിയ ഒരു കൊട്ടാരത്തിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ സെറ്റപ്പുകൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗോഡൗണിലുണ്ട്. ഏതായാലും നന്ദി. താങ്ക് യു.